തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോഴിക്കോട് ബേപ്പൂരിനെ കാവിക്കടലാക്കി റോഡ് ഷോ നടത്തി. നിരവധി പേരാണ് റോഡ് ഷോയിൽ അണിനിരന്നത്. വൈകിട്ട് 3 മണിക്ക് എറണാകുളം കുന്നത്തുനാട് പൊതുസമ്മേളനത്തിലും അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 6:15 തിരുവനന്തപുരം കാട്ടാക്കടയിൽ PK കൃഷ്ണദാസിന്റെ പ്രചാരണ സമ്മേളനത്തിലും അദ്ദേഹം സംസാരിക്കും. രാത്രി പ്രവാസി പ്രവർത്തക സംഗമത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ, കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി എന്നിവർ ചേരുന്നു. ആദ്യം നമുക്ക് കോഴിക്കോട് നിന്ന് തുടങ്ങാം. അനഘ ഹർഷനിലേക്കാണ്. അനഘ, ഇന്ന് ബേപ്പൂരിൽ കാവിക്കടൽ തന്നെയാണ് കണ്ടത്. എന്തൊരാവേശമായിരുന്നു! പ്രവർത്തകരെല്ലാം തന്നെ വലിയൊരു ആഘോഷത്തിലായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അവിടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്ത് എത്തിയത്. ഇപ്പോഴും ആ ആവേശം കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പറയൂ, എങ്ങനെയാണ് അവിടുത്തെ ഒരു കാഴ്ചകൾ? രാഖി, കോഴിക്കോടിനെ പ്രത്യേകിച്ച് ബേപ്പൂരിനെ ഒന്നാകെ ഇളക്കി മറിക്കുന്ന പ്രചരണമായിരുന്നു അല്പം മുമ്പ് ബേപ്പൂരിന്റെ മണ്ണിൽ നടന്നിരുന്നത്. കേന്ദ്രമന്ത്രി അമിത്ഷായാണ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, ബേപ്പൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന്റെ പ്രചരണത്തിന് എത്തിയത് എന്നുള്ളതാണ്. വാഹന പ്രചരണമാണ് ബേപ്പൂരിൽ നടന്നത്. ബേപ്പൂരിൽ മാത്തോട്ടം താഴെ വരെയായിരുന്നു ഈ വാഹന പ്രചരണം ഉണ്ടായിരുന്നത്. ഈ കോഴിക്കോട് തന്നെ ഇതുവരെ നടന്നിട്ടുള്ള വാഹന പ്രചരണങ്ങളിൽ ഏറ്റവും അധികം ജനപങ്കാളിത്തം ഉണ്ടായിരുന്ന ഒരു വാഹന പ്രചരണ ജാഥയായിരുന്നു ഇന്ന് നടന്നിരുന്നത് എന്നുള്ളതാണ്. റോഡിന്റെ ഇരുവശവും വലിയ രീതിയിലുള്ള ജനപ്രവാഹം ഉണ്ടായിരുന്നു, ജനങ്ങൾ ഉണ്ടായിരുന്നു, BJP പ്രവർത്തകരുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു താമരക്കടൽ തന്നെ ബേപ്പൂരായി മാറുന്ന കാഴ്ചയാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. ഈ അമിത്ഷാ പോലൊരു നേതാവെത്തി അദ്ദേഹം ഈ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, കോഴിക്കോട്ടെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണം, കോഴിക്കോട് NDAക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കണം, ആ സൂചന അല്ലെങ്കിൽ അത് പ്രവർത്തകർക്ക് ആ സന്ദേശം നൽകിക്കൊണ്ടാണ് അമിത്ഷാ കോഴിക്കോട് നിന്ന് മടങ്ങിയത് എന്നതാണ്. എന്തായാലും ഇന്ന് നടന്ന റോഡ് ഷോ അത് അത്യഗംഭീരമായിരുന്നു എന്നാണ് BJP പ്രവർത്തകരടക്കം പറയുന്നത്. മാത്രമല്ല, കോഴിക്കോട്ടെ വിവിധ ഇടങ്ങളിൽ നിന്ന് പോലും പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ അവിടേക്ക് എത്തിയിരുന്നു എന്നതാണ്. ഈ ബേപ്പൂര് കോഴിക്കോട്ടെ രാഷ്ട്രീയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. ഈ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന് അപ്പുറത്ത് LDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് ആണ്. ഈ റിയാസിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ ബേപ്പൂർ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുമ്പോൾ, അമിത്ഷായെ പോലുള്ളൊരു നേതാവ് വന്ന് പ്രചരണം നടത്തുമ്പോൾ അത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ബേപ്പൂരിന്റെ വികസനം, എന്ത് വികസനമാണ് ഉണ്ടായത്, മുഹമ്മദ് റിയാസ് എന്താണ് മണ്ഡലത്തിൽ കൊണ്ടുവന്നത്, അങ്ങനെയൊക്കെ എല്ലാം ഇപ്പോൾ ചർച്ചയാവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബേപ്പൂരിൽ അമിത്ഷാ എത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിച്ചപ്പോൾ അത് ഏറ്റവും അധികം ചർച്ചയാകുന്നത് മുഹമ്മദ് റിയാസ് ബേപ്പൂരിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ള കാര്യമാണ്. എന്തായാലും അണികളിലും പ്രവർത്തകരിലും ബേപ്പൂരിലെ ഒന്നാകെയുള്ള ജനങ്ങളിലും ആവേശം നിറച്ചുകൊണ്ടാണ് അമിത്ഷാ കോഴിക്കോടിന്റെ മലബാറിന്റെ മുഹമ്മദ് റിയാസ് അവിടെ എന്താണ് ചെയ്തു വച്ചിട്ടുള്ളത് അത് തന്നെയാണ് NDA ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനം. വികസനമാണ് ഇനി നമുക്ക് മുന്നിൽ വേണ്ടത്. വികസിത കോഴിക്കോട്, വികസിത ബേപ്പൂർ, അത് തന്നെയാണ് അമിത്ഷായും ചർച്ചയാക്കുന്നത് എന്നുള്ളതാണ്. നമുക്കിനി കൊച്ചിയിലേക്കാണ് പോകേണ്ടത്. ജിജീഷ് കരുണാകരനിലേക്ക്. ജിജീഷ്, കുന്നത്തുനാട്ടിലാണ് പൊതുസമ്മേളനം. അമിത്ഷായുടെ വാക്കുകൾക്കായി കാതോർക്കുകയാണ് കുന്നത്തുനാട്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഗി പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ആവേശത്തിൽ, കാരണം നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആവേശം കൊച്ചിയിലും നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വരവേൽക്കാൻ, അതായത് രാഷ്ട്രീയ ചാണക്യൻ, നവയുഗകാലത്തെ രാഷ്ട്രീയ ചാണക്യൻ എന്ന വിശേഷണം തന്നെയുള്ള അമിത്ഷാ അദ്ദേഹം എത്തുമ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ അവർ വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് കുന്നത്തുനാട്, ഇന്ത്യയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് കുന്നത്തുനാട്. അവിടെ 2020 കൂടി BJP നേതൃത്വം നൽകുന്ന NDAയുടെ ഘടകകക്ഷി ആയതോടുകൂടി അജയ്യരായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ എതിരാളികൾ വളരെ പിന്നിലായി പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കുന്നത്തുനാട്ടിലെ മത്സരം മാറുകയും ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ 2 മുന്നണികൾക്കും ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടിയ 2020 ഒപ്പം BJPയുടെ വോട്ടുകൾ കൂടി ചേരുമ്പോൾ അവിടെ വിജയം സുനിശ്ചിതമെന്ന് NDA കണക്ക് കൂട്ടുന്ന ഒരു മണ്ഡലം. അവിടെയാണ് ആവേശക്കടല് തീർത്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജി എത്തുന്നത്. കാരണം കൃത്യമായി അദ്ദേഹം എത്തിയ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ എല്ലാം തന്നെ ഓരോന്നും വിജയിക്കുകയും ആ തന്ത്രങ്ങൾക്കൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് ശിരസാവഹിച്ചുകൊണ്ട് പ്രവർത്തകർ അത്യന്തം ആവേശപൂർവ്വം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുകയും എല്ലാം തന്നെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ നേതാക്കൾ ഓരോരുത്തരായി എറണാകുളത്തും NDAക്ക് വേണ്ടി പ്രചാരണത്തിന് എത്തിയിരുന്നു. നിർമ്മല സീതാരാമൻ അടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ ശോഭ കരന്തലജെ അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. ദേവേന്ദ്ര ഫട്നാവിസ് അടക്കമുള്ള നേതാക്കൾ ഈ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. തൃപ്പൂണിത്തുറയിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസാരിക്കാൻ എത്തിയത്, റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകാൻ എത്തിയത്. അങ്ങനെ ദേശീയ നേതാക്കൾ ഓരോരുത്തരായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രചരണം നടത്തുന്നു. എറണാകുളത്തും ഇവരെല്ലാം എത്തുന്നത് വലിയ ഒരു ആവേശം തന്നെയാണ് പ്രവർത്തകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ മണ്ഡലങ്ങളിലും, അതായത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ നിലയിൽ രാഷ്ട്രീയ ചർച്ചകളിൽ NDAയെ എറണാകുളത്ത് ചർച്ചകളിൽ കൊണ്ടുവരാൻ പോലും, അല്ലെങ്കിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ തയ്യാറാകാതിരുന്ന സ്ഥാനത്ത് വിജയിക്കാൻ സാധ്യതയുള്ള നിരവധി മണ്ഡലങ്ങൾ എറണാകുളത്ത് ഉണ്ട് എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്ന തരത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. കാരണം അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ NDAയിലെ 2020 അടക്കമുള്ള ഘടകകക്ഷികൾ ചേർന്നുള്ള വലിയ കരുത്താണ്. അവിടെയാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ, അദ്ദേഹം മുമ്പ് ഓരോ തവണയും കേരളത്തിൽ, പ്രത്യേകിച്ച് കൊച്ചിയിലടക്കം എത്തിയപ്പോഴെല്ലാം ഒഴുകിയെത്തിയ ആയിരങ്ങൾ തന്നെയാണ്. അതേ ജനാരവം തന്നെയാണ് ഇന്ന് കുന്നത്തുനാട്ടിൽ നിറയുക എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ നമുക്ക് ശാലിനിയിലേക്ക് കൂടി പോകാം. ശാലിനി, വൈകിട്ടാണ് PK കൃഷ്ണദാസിനൊപ്പം അമിത്ഷായുടെ റോഡ് ഷോ അടക്കമുള്ള പരിപാടികൾ. എങ്ങനെയാണ് അതിന്റെ ഒരുക്കങ്ങളൊപ്പം തന്നെ എന്തൊക്കെ പരിപാടികളാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കാറുള്ളത്? രാഖി സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകിട്ട് 6:15 കൂടിയാണ് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള PK കൃഷ്ണദാസിനായി വോട്ട് അഭ്യർത്ഥിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. 6 മണിയോടുകൂടി തലസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തും. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേക വേദിയിലാണ് പൊതുസമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ കാട്ടാക്കടയിലെ ശക്തി കേന്ദ്രത്തിൽ BJPക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ എത്തുന്നു എന്നതിൽ വളരെ ആവേശത്തിലാണ് NDA പ്രവർത്തകരുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ, കൂടാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അനന്തപുരിയിലെത്തി ഉണ്ടാക്കിയിട്ടുള്ള ആവേശം, അത് NDA ക്യാമ്പിന് ഇരട്ടി ഊർജ്ജം നൽകിയിട്ടുണ്ട്. ആ ആവേശം നിൽക്കുമ്പോൾ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. തലസ്ഥാനത്തേക്ക് കൂടി ആ ആവേശം വീണ്ടും എത്തുകയാണ്. എന്തായാലും ഇടത് വലത് മുന്നണികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭരിച്ച് മുടിച്ച് നശിപ്പിച്ചിട്ടുള്ള കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ഒരു ഭരണമാറ്റം വേണമെന്നൊരു ആവശ്യം അവിടുത്തെ വോട്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ ജില്ലയിലടക്കം NDA പ്രതീക്ഷിക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് PK കൃഷ്ണദാസ് മത്സരിക്കുന്ന കാട്ടാക്കട നിയോജക മണ്ഡലം. അപ്പോൾ സ്വാഭാവികമായും വോട്ട് വർദ്ധിപ്പിക്കുന്നതിനപ്പുറം വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ NDA ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോൾ നേരിട്ട് ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ എത്തുമ്പോൾ അത് ഇരട്ടി ഊർജ്ജം പകരുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വിവിധ കേന്ദ്ര മന്ത്രിമാർ, MLAമാർ, MP മാർ, ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ കാട്ടാക്കടയിലടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയിരുന്നു. ഇന്ന് വൈകിട്ടും സമാനമായ ജില്ലയിലെ സമാനമായിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ആളുകൾ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ആവേശം പ്രവർത്തകർക്കിടയിലുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവല്ലയിലെത്തി പറഞ്ഞതുപോലെ ഇടത് ഭരണം അവസാനിക്കാൻ പോവുകയാണ്, ഇനി NDAയുടെ കാലമാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി കാട്ടാക്കടയിലെത്തി അമിത്ഷാ പറയാൻ പോകുന്നത് എന്നുള്ളതാണ് കാതോർത്തിരിക്കുന്നത്. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ, വികസനമടക്കമുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പ്, BJP സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രത്തിലെ തന്നെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഒരു A ക്ലാസ് മണ്ഡലത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ് കാട്ടാക്കട നിയോജക മണ്ഡലം. എന്തായാലും പ്രധാനമന്ത്രിക്ക് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടി തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. ഒപ്പം തന്നെ ബേപ്പൂരിലെ റോഡ് ഷോ കഴിഞ്ഞു. കുന്നത്തുനാട്ടിൽ ഇന്ന് പൊതുസമ്മേളനമുണ്ട് 3 മണിയോടുകൂടി. അങ്ങനെ വളരെ വിശദമായി തന്നെ നമ്മൾ ആ വാർത്തകളിലേക്ക് വരും മണിക്കൂറിലും കടക്കും എന്നുള്ളതാണ്. കോഴിക്കോട് നിന്ന് അനഘഹർഷൻ, ഒപ്പം കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ, തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി എന്നിവരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ വളരെ വിശദമായി തന്നെ നൽകിയത്.